ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഈ കമൻറ്റിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ഷോർട്സിന് താഴെയായിരുന്നു ഈ ഒരു കമൻറ്റ് വന്നത്. ആകെ മൊത്തം 300 രൂപയുടെ സാധനങ്ങളേ ഉള്ളൂ, എന്നിട്ട് 500 വാങ്ങിച്ചോ, എന്നാ ഉടായിപ്പാ, നിങ്ങൾ ഉറപ്പായിട്ടും നശിച്ചു എന്നായിരുന്നു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആളുടെ പേരിവിടെ ഞാൻ കാണിക്കാത്തത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഞാൻ ഈ കമൻറ്റിനുള്ള റിപ്ലൈ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഈ കമൻറ്റ് ഇട്ട ആൾക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാവാനായിട്ടൊരു കാര്യം പറയാം. ഈ ബോക്സും ഇതിൽ വയ്ക്കാനുള്ള ഐറ്റംസും എല്ലാം ഞാൻ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ ഐറ്റംസ് മൊത്തം എനിക്ക് 300 രൂപയ്ക്കല്ല കിട്ടിയിട്ടുള്ളത്, അതിൽ കൂടുതൽ ചാർജ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇത് പോയി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നൊരു ചാർജ് വരുന്നുണ്ട്. അതിൽ ബസ്സുകാർ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ വേറെ വല്ല വണ്ടിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവർ നമ്മൾ ഫ്രീ ആയിട്ടല്ല കൊണ്ടുപോകുന്നത്, അവിടെയും പൈസ കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൂടാതെ ഇത് പൊതിഞ്ഞിട്ട് കസ്റ്റമർക്ക് റാപ്പിംഗ് ഷീറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ നല്ല രീതിക്ക് പൊതിഞ്ഞ് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കണം. അത് വാങ്ങിക്കാനുള്ള ഐറ്റംസ് നമ്മൾ കടയിൽ പോയി നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്, ഇതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു റാപ്പിംഗ് ഷീറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർ വെറുതെ കയ്യിൽ വെച്ച് തരുന്നതല്ല, അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോന്നിനും ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ, പക്ഷേ ഇതെല്ലാം കൂടിയും കൂട്ടുമ്പോൾ ഒരു തുക ആകുന്നുണ്ട്. പിന്നെ നമ്മളിത് വെറുതെ അല്ലല്ലോ പണിയെടുക്കുന്നത്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാകാൻ വേണ്ടിയില്ലേ. അപ്പോൾ നമ്മുടെ ചെറിയൊരു പ്രോഫിറ്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടാണ് പ്രൈസ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ സാധനം വാങ്ങിച്ചതിനേക്കാളും ഇരട്ടി പൈസ ഒന്നുമല്ല ചാർജ് ചെയ്യുന്നത്. നമ്മൾ പണിയെടുക്കുന്നതിനുള്ള പൈസ തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക. നമ്മൾ നിങ്ങളോട് ആകെ പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളവരടുത്ത്. അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഒന്ന് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളായാലും ഈ ഒരു വർക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട്. മാത്രമല്ല എനിക്ക് ഈ കമൻറ്റ് ഇട്ട ആളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്ര ഐറ്റംസ് വാങ്ങിച്ച് ഈ ബോക്സിൽ ഗിഫ്റ്റ് റാപ്പ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഓർഡർ വരുന്ന ആൾക്ക് ഈ സെയിം ഹാമ്പർ 300 രൂപ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ആ പറഞ്ഞതിലൊരു ന്യായമുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ അത്രയും ആൾക്കാർക്ക് റേറ്റ് കുറയുന്നത് നിങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യട്ടോ, എന്നിട്ട് ഇതുപോലൊരു കമൻറ്റും കൂടെ ഇട്ടോളൂ. ഇനി ഇത് കണ്ടിട്ടുള്ള നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും 300 രൂപയ്ക്ക് എവിടെയെങ്കിലും ഈ സെയിം ഐറ്റംസ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഹാമ്പർ ബോക്സിൽ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്നോ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോയിൽ ഞാൻ കുറച്ചധികം പ്രൊഡക്റ്റും അതിൻ്റെ റേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിട്ടുള്ള ഫുൾ പ്രോഡക്ട്സും 500 റുപ്പീസിന് താഴെ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ്. ഇതിൽ ഓഫറിൽ നമ്മൾ ഇട്ടിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ നേരെ ഓഫർ റേറ്റ് ആണെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിലേക്കോ അല്ലെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിലോട്ടോ മെസ്സേജ് അയച്ചാൽ